ഹലോ, പ്രൈസ് ദ ലോർഡ്. ഗുഡ് മോർണിംഗ് ടു യു എവരിവൺ. ഈ ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. ഈ മനോഹര നിമിഷത്തിലും നമ്മുടെ കർത്താവിൻ്റെ ആ തേജസ്സേറിയ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട എത്രയോ ശ്രേഷ്ഠകരമായ ഭാഗ്യമാണ്. ഈ പ്രഭാതത്തിലും എൻ്റെ പ്രഭാത ചിന്തയ്ക്കായി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് സമയമൊട്ടും പാഴാക്കാതെ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുതിയ നിയമ ശുശ്രൂഷ എന്ന ഭാഗം ഇങ്ങനെ ആഴമായി വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ നമ്മൾ എത്തപ്പെട്ട് നിൽക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയുടെ അതിൻ്റെ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പുതിയ നിയമ ശുശ്രൂഷയും പഴയ നിയമ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം ആണ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഈ പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് കൃപയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നത്തെ പ്രഭാതത്തിലെ പോയിന്റ്, ശുശ്രൂഷയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം. ദ സെൻറ്റർ പോയിന്റ് ഷുഡ് ബി ക്രൈസ്റ്റ്. എന്തുകൊണ്ടാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തു ആയിരിക്കണം എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, പഴയ നിയമത്തിലെ ശുശ്രൂഷകളുടെ രീതികൾ അതെല്ലാം ആചാര അനുഷ്ഠാനങ്ങളായിരുന്നു. ആചാര അനുഷ്ഠാനങ്ങളിൽ എന്തൊക്കെയായിരുന്നു? ബലി, ആലയം, പുരോഹിതന്മാർ, ആഘോഷം എന്ന് വേണ്ട ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പഴയ നിയമത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഒരു പഴയ നിയമത്തിൻ്റെ ആരാധനയിൽ നിന്നും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് പുതിയ നിയമത്തിലേക്ക് നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു രംഗപ്രവേശനം ചെയ്യുകയാണ്. പഴയ നിയമത്തിൻ്റെ ആചാര അനുഷ്ഠാന ചട്ടക്കൂടുകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പുതിയ നിയമം, അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റ്മെൻ്റ് അഥവാ പുതിയ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുതിയ നിയമം നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് എത്തപ്പെടുവാനിടയായി. ഇന്ന് നമുക്ക് ആചാരാനുഷ്ഠാനങ്ങളില്ല. ഇന്ന് നമുക്ക് റാസയും വെടിക്കെട്ടും ബലികളൊന്നും ഇല്ല. ഇന്ന് നമുക്ക് പുരോഹിത വസ്ത്രമെന്ന് പറയുന്നൊരു കുപ്പായമില്ല. ഇന്ന് നമുക്ക് ഈ കാണുന്ന യാതൊരുവിധമായ സംവിധാനങ്ങളുമില്ല. കൊത്തി പണിയപ്പെട്ട മണിസൗധങ്ങളില്ല, ചിത്ര തയ്യലുകളില്ല. എന്തിനു വേണ്ടി? തകശുതോൽ കൊണ്ട് പൊതിയപ്പെട്ട സമാഗമന കൂടാരത്തിൻ്റെ വർണ്ണാതീതമായ ഒരു കാര്യങ്ങളും ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭയ്ക്ക് ഇല്ല എന്ന് നാം പഠിക്കണം. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യത്തെ ദൈവ ആരാധനാലയമായിരുന്നു സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ച് വളരെ വ്യക്തമായി പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നിവയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ അകത്തുള്ള പൊന്നുകൊണ്ടുള്ള ആ സരപ്പളികൾ, അതിൻ്റെ പണിയുടെ ആ വിചിത്രമായ ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരാലയം മനോഹാരിതമുള്ളതായിരുന്നു. എന്നാൽ അത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ശലോമോനാൽ പണിയപ്പെട്ട ദൈവാലയവും അത് കീർത്തി കേട്ടതായിരുന്നു, പ്രശസ്തി ആർജിച്ചതായിരുന്നു. ആ ആലയത്തിൻ്റെ പണി കാണുവാൻ തന്നെ വളരെ മനോഹാരിതയുള്ളതായിരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പണിയപ്പെട്ട ദൈവാലയങ്ങളൊക്കെ ആ ആലയത്തിൻ്റെ അകത്ത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു പ്രതിക്രിയ ഇങ്ങനെ നടന്നു വരുമ്പോൾ, എന്നാൽ പുതിയ നിയമസഭയുടെ പ്രത്യേകത ഇങ്ങനെയുള്ള കൊത്തുപണികളോ ഇങ്ങനെയുള്ള ശില്പങ്ങളോ ഇങ്ങനെയുള്ള രൂപങ്ങളോ ഒന്നും ദൈവാലയത്തിൻ്റെ അകത്തില്ല. അത് മാത്രമല്ല, ഈ പുതിയ നിയമ കാലഘട്ടത്തിലെ ആരാധനാലയം എന്ന് പറയുന്നത് ഈ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും സിമൻ്റ് കൊണ്ടും കമ്പി കൊണ്ടും ഒക്കെ പണിയപ്പെട്ട കെട്ടിടങ്ങളല്ല, മറിച്ച്
ശലോമോൻ പണിത ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരാലയം ദൈവം തൻ്റെ സ്വന്തം കരത്താൽ പണിതെടുക്കുവാനിടയായി. ആ പണിയപ്പെട്ട ദൈവാലയമാണ് ഞാനും നിങ്ങളും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വസിക്കുന്നുവെന്നും അറിയുന്നല്ലയോ? ഈ പുതിയ നിയമ ദൈവാലയത്തിൻ്റെ പുരോഹിതനാരാണ്? ആ പുരോഹിതൻ മറ്റാരുമല്ല, പാപങ്ങളിൽ കൂടെ പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും പാപത്താൽ പിടിക്കപ്പെടാത്ത വിശുദ്ധനും അതിവിശുദ്ധനുമായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവനത്രേ ഈ പ്രഭാതത്തിൽ നാം ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആലയത്തിൻ്റെ അകത്ത് ബലിയുടെയും ബലിതർപ്പണത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇവിടെ കൈകൊട്ടി ആഘോഷങ്ങളോ അതുപോലെ തന്നെ വെടിക്കെട്ടുകളോ റാസകളോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ എന്താണ്? നമ്മുടെ സമർപ്പണമാണ് ആവശ്യം. നമ്മുടെ സമർപ്പണത്തിൻ്റെ അകത്ത് ഇറങ്ങി വരുന്ന ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരാരാധനയാണ് നമ്മുടെ അകത്തുനിന്ന് ഉരുത്തിരിയേണ്ടത്. ആ ക്രിസ്തുവിനോടുള്ള ഭക്തിയും ആ ക്രിസ്തുവിനോടുള്ള സ്നേഹവുമാണ് ഈ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു വരേണ്ടത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാവേ, ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. പുതിയ നിയമത്തിലെ ശുശ്രൂഷയുടെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, നമ്മുടെ കേന്ദ്രം ക്രിസ്തുവായിരിക്കണം. നമ്മുടെ അകത്തളം ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെട്ട്, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട്, ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമു.